ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഊട്ടി ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ്. അപ്പം നമ്മൾ ഇന്ന് കുറേ പുതിയ സ്ഥലം കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ വളരെ എക്സൈറ്റഡ് ആണ്. അങ്ങനെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റിസോർട്ടിൽ നിന്ന് അതിൻ്റെ ഹോട്ടലിലേക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നതാണ്. അപ്പോൾ കുറച്ചിങ്ങനെ കയറിയിട്ട് വേണം പോകാൻ. ബാക്കിൽ നല്ല ഫോറസ്റ്റ് വ്യൂ ആണ്. നല്ല തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ വീശും. ഓക്സിജൻ കുറവാന്ന് തോന്നുന്നു. ദൂരെ ഒരു പള്ളിയെല്ലാം കാണുന്നുണ്ട്. പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റ് ഉള്ളിലേക്ക് പോയി. റെസ്റ്റോറൻറ്റിൽ നിന്ന് അടിപൊളി വ്യൂ ആണ്. വലിയൊരു മിററൊക്കെ ഉണ്ട്. കയറുമ്പോൾ നമ്മളെ റെസ്റ്റോറൻറ്റിൽ നോക്കുമ്പോൾ 3 സൈഡും നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. കുറേ ഏരിയ ഇങ്ങനെ അവർ കൃഷി ചെയ്യുന്നുണ്ട്. മെയിൻലി ക്യാരറ്റാണ്. പിന്നെ നല്ല ഫോറസ്റ്റ് വ്യൂ ഉണ്ടായിരുന്നു. നമ്മൾ ഫുഡ് വരുന്നവരെ ഇതൊക്കെ നോക്കി ആസ്വദിച്ചിരുന്നു. പിന്നെ ഇത് കാണുന്ന നല്ല ക്യാരറ്റാണ്. അപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ ഇങ്ങനെ പോകുമ്പോൾ ക്യാരറ്റ് ബ്രോക്കോളി അതൊക്കെ. ഹലോ ഗായ്സ്, അപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യുന്നു. ഓ, ഈ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇവിടുന്ന് കുറച്ച് വിഷമാകുന്നുണ്ട്. എന്തൊരു സീനറിയാണ്. അങ്ങനെ ഇന്നത്തെ നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ. അത് നല്ല ഫേമസ് ആണ്. അവിടെ എഴുതിയിട്ടുണ്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ ഊട്ടി. കാക്ടസ് ഗാർഡൻ. ഓ, ഇതാ മതിൽ ചാടാന്നോ. അവിടെ അവര് പല പ്ലാന്റ്സും നല്ല കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം ഇങ്ങനെ ഓരോ ഷേപ്പിലൊക്കെ കട്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇത് അവിടെയുള്ള ഒരു വലിയ അമ്പലത്തിലാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ടെറസ് ആയിട്ടാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഉള്ളത്. അപ്പോൾ അവിടെ ഒരു നല്ലൊരു ഗ്ലാസ് ഹൗസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒരുപാട് വെറൈറ്റി ഓർക്കിഡ്സ്, കാക്ടസ് അതൊക്കെയാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല കളർഫുള്ളായിട്ട്. പക്ഷെ ഇത് നമുക്ക് വാങ്ങാനൊന്നും പറ്റില്ല. ഒരു ചെടി, പക്ഷെ പൂ കാണാൻ റോസ് പോയാണ്. റോസ് തന്നെയാണോ? ആ, ഈ ചെടി കണ്ടെങ്ങനെ ഈ ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡന്റെ മേലെ അവിടെ എവിടെയോ വന്നു കേട്ടോ. എൻ്റെ അച്ഛൻ പണ്ട് പണിയെടുത്തത്. അപ്പം എൻ്റെ അച്ഛനല്ല ഊട്ടിയിലായിരുന്നു പഠിച്ച് വളർന്നതല്ല. അപ്പം അച്ഛന് ഈ സ്ഥലമെല്ലാം ഭയങ്കര ഇഷ്ടം. പണ്ട് വന്നപ്പോൾ നമ്മളിതിൻ്റെ ടോപ്പിൽ പോയിരുന്നു. ഇവിടെ കണ്ട ഡെക്കറേഷൻ ചെയ്യുന്ന ഒരു മാരേജ് ഫംഗ്ഷൻ ആവുമല്ലോ. നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഈ പൂ നോക്ക്, ബാക്കിൽ നല്ല നമ്മൾ പേപ്പർ കൊണ്ട് നടന്ന് അടിയിൽ ഒരുപാട് പൂക്കൾ ഇങ്ങനെ കാണാനുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഇങ്ങനെ റോഡിലേക്ക് പോയപ്പോൾ ഇങ്ങനെ പൂവൊക്കെ വെക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ട്. അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനായിരുന്നു ഈ മ്യൂസിയം. ഈ മ്യൂസിയത്തിൽ ഒരുപാട് വലിയ വലിയ ആൾക്കാരെ സ്റ്റാച്ചു, ബാഗ്സ്. ഇതാ മദർ തെരേസനെ അവർ മാറ്റിക്കളഞ്ഞു. മോക്ഷഗുണം വിശ്വേശ്വരയ്യ. വാവ്, ഇത് സൂപ്പറായിട്ടുണ്ട്. വാവ്, അബ്ദുൽ കലാം പൊളി. അംബേദ്കർ, നേതാജി, ജവഹർലാൽ നെഹ്റു, ബാലഗംഗാധർ തിലക്. ആണ് ഇവിടുത്തെ ടോഡ ട്രൈബിന്റെ ഡ്രസ്. ഇതാ ഈ ഹാർമോണിയം. അത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഉച്ചക്ക് 2 മണിയായിന്. പക്ഷേ നമ്മൾ വിചാരിച്ച് ഇനി ഒരു സ്ഥലം കൂടി അടുത്ത് തന്നെയുണ്ട്, ദൊഡ്ഡപേട്ട പീക്ക്. അപ്പോൾ അവിടെയും കൂടി പോയിട്ട് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ച്. ഇതൊരു നല്ല സ്ഥലമാണ്, ഒരു ടോപ്പാണ്, ഹിൽ സ്റ്റേഷനാണ്.
ഇതിൻ്റെ ടോപ്പിൽ വന്നാൽ ഒരു സൈഡ് കൂണൂറും ഒരു സൈഡ് ഊട്ടിയാണെന്നാണ് അവർ പറയുന്നത്. അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം നവംബറൊക്കെ ആയതുകൊണ്ട് നല്ല മിസ്റ്റ് ആയതുകൊണ്ട് ഒന്നും കാണാൻ വയ്യ. നല്ല ഫ്ലവേഴ്സ് ടോപ്പാണ്. ദൊഡ്ഡബേട്ട പീക്കായത്. പക്ഷേ എങ്കിലൊന്നും താഴേക്കൊന്നും കാണുന്നില്ല, ഭയങ്കര മിസ്റ്റാണ്. കൂനൂർ വ്യൂ ആണ്, പക്ഷെ ഒന്നും കാണൂല. ഇപ്പൊ ടോപ്പില് ഒരു ഒരു വലിയ കോളാമ്പിപ്പൂ നമ്മുടെ നാട്ടിൽ കാണുന്നതല്ല, വേറെന്തോ. നെക്സ്റ്റ് നമ്മൾ പോയത് പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞ ഒരു അടിപൊളി ഫാൻസി റെസ്റ്റോറൻറ്റിലായിരുന്നു. അപ്പോൾ അവിടെ നല്ല ആംബിയൻസ് ഒക്കെ ആയിരുന്നു. നല്ല വാൾ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു കുതിരയുണ്ട്, ഒരു പെണ്ണും. അവിടുത്തെ ഫുഡെല്ലാം സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അവിടെ കെമിസ്ട്രി ലാബിലെ പോലത്തെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് നമ്മൾ പോയത് ഊട്ടിയിലെ ഫേമസ് റോസ് ഗാർഡനിലാണ്. അപ്പോൾ നമ്മൾ നല്ല എക്സ്പെക്റ്റേഷനാണ് പോയത്. ഇപ്പോൾ നവംബർ സീസൺ അല്ലേ, നല്ല പൂക്കളൊക്കെ ഉണ്ടാവും. എനിക്ക് പ്രത്യേകിച്ച് റോസ് നല്ല ഇഷ്ടമാണ്, ഫ്ലവേഴ്സ് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ പോകുന്നതിൻ്റെ ലെഫ്റ്റിലായിട്ട് ഇങ്ങനെ റിസർച്ച് സെൻ്ററെല്ലാം ഉണ്ട്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീൻ്റെ. അങ്ങനെ നമ്മളവിടെ എത്തിയപ്പോൾ ഓരോരോ ടെറസായിട്ടാണ് ഇങ്ങനെ റോസ് ഗാർഡൻ ഉള്ളത്. അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ ഇറങ്ങി പോയിട്ട് വേണം എല്ലാം കാണാൻ. അവിടെ വെറൈറ്റി കളറുള്ള റോസുകളുണ്ട്, വലുതും ചെറുതും എല്ലാം ഉണ്ട്. പിന്നെ അവിടെ 3 lakh വെറൈറ്റി റോസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് സെക്കൻഡ് ടെറസാണ്. ഇവിടെ നിന്ന് താഴേക്ക് ഇനി തേർഡ് ടെറസ്. അവിടെ എല്ലാം റോസാണ്, നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലം. ഇവിടെ ഫുൾ ഊട്ടി ഇങ്ങനെ കാണാൻ പറ്റും, അതർ സൈഡ്. അടുത്ത ഡെസ്റ്റിനേഷൻ ഊട്ടിയിലെ ഫേമസ് ലേക്കായിരുന്നു. അപ്പോൾ അവിടെ നല്ല ഫോട്ടോ പോയിന്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ കുറേ പെഡൽ ബോട്ടൊക്കെ അവിടെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ വലിയ ബോട്ടും ഉണ്ട്, അത് ഒരു സൈഡിൽ, പെഡൽ ബോട്ട് വേറൊരു സൈഡിൽ. പിന്നെ നമ്മളൊരു ട്രെയിനിൽ പോയി, പിന്നെ ലേക്ക് കണ്ടു. പിന്നെ അവിടെ കുറേ കളിക്കുന്ന സാധനങ്ങളുണ്ടാവും, അതിലൊന്നും നമ്മൾ കയറിയിട്ടില്ല. അങ്ങനെ ചെറിയ ജലദോഷമൊക്കെ വന്നിന്, അങ്ങനെ തട്ടിമുട്ടി പോയി തൊപ്പിയൊക്കെ ഇട്ടിട്ട്. അപ്പം നല്ല ഒരു മെമ്മറബിൾ ഡേ ആയിരുന്നു. കുറേ ഫോട്ടോസൊക്കെ